നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഹിന്ദു നാമധാരികളുടെ കുടുംബ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഒരു ദിവസം വരുന്ന മെസ്സേജ് നോക്കിയാൽ മതി. അതിലറിയാം പച്ച നുണകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഈ പച്ച നുണകൾ ഇതിൻ്റെ ഉള്ളിൽ എത്തിക്കാൻ വേണ്ടി 1.5 ലക്ഷം RSSകാർ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ 1.5 ലക്ഷം RSSകാർ ദിവസവും ഈ നുണ നമ്മുടെ കയ്യിലുള്ള ഇന്ന് നമുക്ക് എസെൻഷ്യൽ എന്ന് തോന്നുന്ന, അത്യാവശ്യം എന്ന് തോന്നുന്ന ഈ ഉപകരണത്തിൽ എത്തുകയാണ്. ഇത് വായിച്ചിട്ടാണ് നമ്മുടെ ദിവസം തുടങ്ങുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആ രാഷ്ട്രീയം എന്ന് പറയുന്നത്, രാഷ്ട്രീയം എന്ന് പറയുന്ന പലപ്പോഴും പത്രത്തിൻ്റെ ഉള്ളിലോ ടി വിയിൽ നടക്കുന്ന ചർച്ചയിലോ അല്ലെങ്കിൽ ദൈനംദിന വിവാദങ്ങളിലോ ഒക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് രാഷ്ട്രീയ ധാരണ രൂപപ്പെടുന്നതെന്ന്. ഇതിലൊന്നുമല്ല, മറിച്ച് ഈ 1.5 ലക്ഷം RSSകാർ ഇങ്ങനെ വിടുന്ന പച്ച നുണകളിലാണ്. ഒരു നുണ ഞാൻ പറയാം, എൻ്റെ കുടുംബ ഗ്രൂപ്പിൽ വന്ന ഒരു നുണയാണ്. അതിൻ്റെ ഒരു രീതി വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ കഴിഞ്ഞ മാസത്തിലോ അല്ലെങ്കിൽ അതിനു മുമ്പോ ഒരു മെസ്സേജ് ഈ ഗ്രൂപ്പിൽ വരികയാണ്. ആ മെസ്സേജിൻ്റെ ഒരു രത്ന ചുരുക്കം എന്ന് പറഞ്ഞാൽ, ഔറംഗസേബ് മരിക്കാൻ കിടക്കുമ്പോൾ ശിവജിയെ ആളയച്ച് വിളിപ്പിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഔറംഗസേബും ശിവജിയും തമ്മിൽ വലിയ കാലം യുദ്ധത്തിൽ ഏർപ്പെട്ടിട്ടുള്ള 2 ആളുകളാണ്. മറാത്ത സാമ്രാജ്യവും മുഗള സാമ്രാജ്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് ഇന്ത്യ ചരിത്രത്തിലെ വലിയ അധ്യായങ്ങളിലൊന്നാണ്. 2 രാജാക്കന്മാർ തമ്മിൽ അവരുടെ രാജ്യവിസ്തൃതിക്ക് വിഭവ ചൂഷണത്തിന് വേണ്ടിയിട്ടുള്ള ഏറ്റുമുട്ടലായിരുന്നു. അതൊന്നും നമുക്ക് മനസ്സിലാക്കാം, അങ്ങനെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഔറംഗസേബ് മരിക്കാൻ കാലത്ത് ശിവജിയെ വിളിപ്പിക്കുന്നു. എന്നിട്ട് ശിവജിയോട് പറയുന്നു, ശിവജി, ഞാൻ നിന്നോട് എൻ്റെ ജീവിതത്തിൽ വലിയ തെറ്റ് ചെയ്തു. അപ്പം അതുകൊണ്ട് നിന്നോട് മാപ്പ് ചോദിക്കാതെ മരിച്ചു പോയാൽ എനിക്ക് സ്വർഗം കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചു വരുത്തിയത്, എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഔറംഗസേബ് കണ്ണടച്ചതെന്നാണ് ഈ മെസ്സേജിൻ്റെ രത്ന ചുരുക്കം. അപ്പം നമുക്കറിയാം, ഇന്ന് ശിവജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഹിന്ദുത്വവാദികൾ ഇന്ത്യയെ പറ്റി ഉണ്ടാക്കുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇന്ത്യ പണ്ടേ ഒരു ഹിന്ദുരാജ്യമായിരുന്നു, അല്ലാതെ 1947 രൂപം കൊണ്ട ഒരു രാജ്യമല്ല. നമുക്ക് പക്ഷേ സൂക്ഷ്മമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇന്ന് കാണുന്ന ഇന്ത്യയുടെ ഭൂപടം രൂപം കൊണ്ടത് 1947 ആഗസ്റ്റ് 15 ശേഷമാണ്. അതിനു മുമ്പ് ബ്രിട്ടീഷ് ഭരണ പ്രദേശങ്ങൾ, നാട്ടുരാജ്യങ്ങളൊക്കെ ആയിട്ട് ചെതറിക്കെടുക്കുന്ന ഒരു പ്രവിശ്യയായിരുന്നു ഇന്ത്യ. 47 ആഗസ്റ്റ് 15 ഇങ്ങനെ ഒരു ഭൂപടം രൂപം കൊള്ളും. 47 ആഗസ്റ്റ് 15 രൂപം കൊണ്ടിട്ടില്ല. മാഹി അന്ന് ഇന്ത്യയിലില്ല, നമുക്കറിയാം. ഗോവ അന്ന് ഇന്ത്യയിലില്ല. 60കളിലാണ് ഇതൊക്കെ ഇന്ത്യയിൽ ലയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 60കളിലാണ് ഈ ഭൂപടം പൂർണ്ണമാകുന്നത്. പക്ഷേ ഹിന്ദുത്വവാദികളുടെ ഒരു കാഴ്ചപ്പാടിൽ ഇന്ത്യ പണ്ടേ ഹിന്ദു രാഷ്ട്രമാണ്. ഇടയ്ക്കിടയ്ക്ക് മ്ലേച്ഛന്മാർ വന്ന് ആക്രമിക്കും, അവരെ വീണ്ടും തുരത്തിയിട്ട് വീണ്ടും ഹിന്ദുരാഷ്ട്രം സംസ്ഥാപനം നടത്തും. ഇതാണ് ഇന്ത്യ ചരിത്രത്തെക്കുറിച്ചുള്ള അവർ നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പാഠം. ആ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളാണ് ശിവജിക്കുള്ളത്. നമുക്കറിയാം, ശിവജിയാണ് അവരുടെ തത്വപ്രകാരമുള്ള ഹിന്ദു രാഷ്ട്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പോരാളി, ഹിന്ദി സ്വരാജ് ഉണ്ടാക്കിയത്. ഹിന്ദു പത്പദശാഹി എന്നൊക്കെയാണ് അദ്ദേഹത്തെ പറ്റി, അത് നിർമ്മിച്ച ആളായിട്ടാണ് അദ്ദേഹത്തെ പറ്റി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ ചരിത്ര നിർമ്മിതിയിൽ, അവരുണ്ടാക്കുന്ന ചരിത്രത്തിൽ വലിയ റോളാണ് ശിവജിക്കുള്ളത്. അതിലെ വില്ലനാണ് ഔറംഗസേബ്. കാരണം മുസ്ലിമാണ്, മുസ്ലിം ഒക്കെ വില്ലന്മാരാണ്, അതുകൊണ്ട് ഔറംഗസേബും വില്ലനാണ്. അപ്പൊ അങ്ങനെയുള്ള വില്ലൻ നായകനെ വിളിച്ചു വരുത്തി പറയാണ്, എനിക്ക് മാപ്പ് ചോദിക്കാം. ഇത് വന്നപ്പോ ആ ഗ്രൂപ്പിലെ സെക്യുലറിസ്റ്റുകൾ എന്ന് വിളിക്കാവുന്ന ആളുകൾ, ഇപ്പൊ ഏത് കുടുംബത്തിലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ഉണ്ടാവും, ഇവർക്ക് എതിരാണ്. അപ്പൊ അതുകൊണ്ട് അവരൊക്കെ പറഞ്ഞ് ഇത് കള്ളക്കഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വേറെ മെസ്സേജുകൾ അയക്കുന്നു. അപ്പൊ ഇത് അയച്ച ആൾ പറയുന്നു, ഞാൻ തെളിവ് കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു ഇല്ലാത്ത തെളിവ് കൊണ്ടുവരും. ഇങ്ങനെ നടന്നു പോവാണ്, ഈ പ്രശ്നം പോവാണ്, വാഗ്വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന വസ്തുത, ശിവജി മരിക്കുന്നതിന് എത്രയോ മുമ്പ്, അല്ല, ഔറംഗസേബ് മരിക്കുന്നതിന് എത്രയോ മുമ്പ്, ചുരുങ്ങിയത് ഒരു 45 വർഷം മുമ്പെങ്കിലും മരിച്ചുപോയ ആളാണ് ശിവജി. ഈ ശിവജിയാണ് വിളിച്ച് മാപ്പ് ചോദിക്കുന്നു എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത്, നമ്മൾ സെക്യുലറിസ്റ്റുകൾ എന്ന് പറയുന്ന ആൾക്കാർ ഇത് നുണയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കഥ മാപ്പ് ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത്, ഈ കാര്യം പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഈ സംഗതി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കളവാണ്. 100% കളവായ ഒരു വസ്തുത ഇട്ട് തന്നിട്ട് അതുമ്മലാണ് വാദിക്കുന്നത്, അതുമ്മലാണ് അങ്ങനെ നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല എന്ന് വാദിക്കുന്നത്.
ഞാൻ പറയുന്നത് ഈ തരത്തിലാണ് ഒരു വ്യാജ രാഷ്ട്രീയം, സത്യാനന്തര രാഷ്ട്രീയം എന്നൊക്കെ ഇന്നത്തെ ടേം ഉപയോഗിച്ച് പറഞ്ഞാൽ ഇതിന്റെ പുറത്താണ് ഈ രാഷ്ട്രീയം നിലനിൽക്കുന്നത്.